വേനൽക്കാലം കളർഫുള്ളാക്കാൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ ചെടി ഏതാണ്? അധികം പരിചരണമോ അധികം ശ്രദ്ധയോ ഒന്നും കൂടാതെ തന്നെ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്ന ചെടിയാണ് മോസ് റോസ്, അല്ലെങ്കിൽ 10 മണി എന്നൊക്കെ പറയുന്ന ചെടികൾ. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. ഒരുപാട് കളറിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ ഇതളുകളുടെ കാര്യത്തിലായാലും ചെടിയുടെ ഇലകളുടെ കാര്യത്തിലായാലും ഒക്കെ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സൈസുകളിൽ കിട്ടുന്ന ചെടിയാണിത്. ഒരുപാട് തരം ദിവസം പ്രതി പുതിയ ചെടികൾ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. വർണ്ണവൈവിധ്യങ്ങളിൽ ഡബിൾ ഷെയ്ഡുകളിലൊക്കെ ഒരുപാട് ചെടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഭയങ്കര മനോഹരമായ ചെടികളാണ് കേട്ടോ. കാരണം കാണുന്നവർക്കിത് എന്താ പറയുക, കണ്ണിന് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച നൽകുന്ന ഒരു ചെടി വേറെ ഇല്ല എന്ന് പറയാം. പക്ഷേ ഈ ചെടികളെ ഒരു കാര്യത്തിൽ മഴക്കാലത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. മഴക്കാലം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാൻ, നേരിട്ടുള്ള മഴയിൽ നിന്ന് ഇതിനെ മാറ്റി സംരക്ഷിക്കണം. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന് കട്ടിങ്ങൾ എടുത്തിട്ട് മറ്റൊരു ചട്ടിയിൽ, അത് ഇനിയിപ്പോൾ എല്ലാ കളറും കൂടി ഒരു ചട്ടിയിലാണ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചട്ടിയിലോ കവറിലേക്കോ മാറ്റി നട്ടിട്ട് സൺഷെയ്ഡിലേക്ക് മഴ കൊള്ളാത്തിടത്തിട്ട് മാറ്റി വെക്കുക. എന്നാൽ നല്ല വെളിച്ചം തട്ടുന്ന സ്ഥലത്ത് വെക്കുകയും വേണം. കാരണം വെയിൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് കേട്ടോ. വെയിലിന് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ്. എന്നാൽ വെള്ളത്തിന് അല്പം പേടിയുള്ള ചെടികളുമാണ്. പക്ഷേ ഇങ്ങനെ നമ്മൾ സംരക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ വീണ്ടും അടുത്ത വേനൽക്കാലം ആകുമ്പോൾ നിങ്ങൾക്കത് വേറെ ചട്ടികളിലൊക്കെ നട്ടിട്ട് വേനൽക്കാലത്തൊക്കെ ഒരുപാട് പൂക്കൾ തരുന്ന രീതിയിൽ അതിനെ സംരക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും ഒരുപാട് കഷ്ടപ്പെടാതെ തന്നെ നമുക്ക് പൂക്കൾ തരുന്നുള്ളതാണ്. പെട്ടെന്ന് പൂക്കുകയും ചെയ്യും. മറ്റുള്ള ചെടികൾ പോലെ നമുക്ക് ഒരുപാട് കാലതാമസമൊന്നും ഉണ്ടാവില്ല. നട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിൽ മൊട്ടും പൂവും വരും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ലേശം ചാണകപ്പൊടി അല്ലെങ്കിൽ കമ്പോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് ചേർത്തിട്ട് ഇത് പരന്ന ചട്ടികളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കവറുകളിലോ എന്തിലും വേണമെങ്കിലും നമുക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. അങ്ങനെ നട്ടിട്ട് നല്ല വെയിലത്ത് തുറന്ന ഒരു തണ്ടത്തൊന്നും വെക്കരുത്. നല്ല വെയിൽ കൊള്ളുന്ന, രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെയിൽ കൊള്ളുന്ന സ്ഥലത്താണ് ഇത് വെക്കുന്നതെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത്രയ്ക്ക് ഇതിന് വെയിലിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ കട്ടിങ് തന്നെ മതി. പെട്ടെന്ന് ആർക്കും, ചെറിയ കുട്ടികൾക്ക് വരെ ഇത് പിടിപ്പിച്ചെടുക്കാവുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇപ്പോൾ ഒരുവിധം ചെടികളൊക്കെ ഇങ്ങനെ ഡിഫറെൻറ്റ് ഒരുപാട് തരം ചെടികൾ ദിവസം പ്രതി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. പുതിയ തരങ്ങളിലൊക്കെ ഇറങ്ങിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇറങ്ങുമ്പോൾ ഇതിന് നല്ല വിലയുണ്ടാവും കേട്ടോ. പുതിയ തരമൊക്കെ ഇറങ്ങുമ്പോൾ നല്ല നമ്മളെ വായിക്കൊള്ളാത്ത വിലയുണ്ടാവും. കുറേ കഴിയുമ്പോൾ കുറച്ച് നോർമൽ വിലയിലേക്ക് ഇത് മാറും ചെയ്യും. എന്നാലും കിട്ടാവുന്ന അത്ര കൊണ്ടുവന്ന് നമ്മൾ സംരക്ഷിക്കുകയെന്നുണ്ടെങ്കിൽ ഈ 3 മാസം നമുക്ക് നമ്മളെ ഗാർഡൻ കളർഫുള്ളാക്കാൻ ഇത്രയും പറ്റിയൊരു ചെടി വേറെ ഇല്ല കേട്ടോ. ഈ സമ്മറിൽ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന ചെടികളാണ്. വാങ്ങി നട്ടോളൂ.